നമ്മൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് ഇതുകൊണ്ട് ലാഭകരമാകുക എന്നുള്ള ടോപ്പിക്ക് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും വീട് പണികളുടെ ഏത് സ്റ്റേജിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട്. പക്ഷെ ആരാണ് സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറയുന്നത് കുറവാണ്. നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള കാര്യമാണ്. അതായത് ഒരു 2000-2500 രൂപയിൽ കൂടുതൽ കറണ്ട് ബില്ല് സ്ഥിരമായി വരുന്നതിന് മാത്രമാണ് സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഗുണമുള്ളൂ. 2000-ൽ മേല് കറണ്ട് ബില്ല് വരുന്നവൻ സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയെന്ന് ഷഫീഖ് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതായത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സോളാറിൻ്റെ ഒരു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 1.5 ലക്ഷം രൂപയുടെ മേളിലാകും. അപ്പോൾ ഈ 1.5 ലക്ഷം രൂപ നമുക്ക് എത്ര നാൾ കൊണ്ട് തിരിച്ച് കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് വേണമല്ലോ. ഇപ്പോൾ 1.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും ഒരു 1.20 അല്ലെങ്കിൽ 1.60 ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ആലോചിക്കും. ഒരു 2 കിലോവാട്ടിൻ്റെ സിസ്റ്റം ചെയ്തു. അതിന് നമുക്ക് ഏകദേശം 60,000 രൂപ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കിട്ടുന്നുണ്ട്. സബ്സിഡി കഴിഞ്ഞിട്ട് ഏകദേശം 1 ലക്ഷം രൂപ നമ്മളുടെ കയ്യിലുള്ള പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ 1 ലക്ഷം രൂപ എത്ര നാൾ കൊണ്ട് തിരിച്ച് കിട്ടും എന്നുള്ളത് പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ 500 രൂപ 1000 രൂപയൊക്കെ ബില്ലുള്ള ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ട് എനിക്ക് വീട്ടിലൊരു സോളാർ ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളതൊട്ടും പ്രോത്സാഹിപ്പിക്കാറില്ല. നമ്മളൊരു കാര്യം പറയും, അതായത് ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഒരു പുതിയതായിട്ടൊരു AC വെക്കണം, അല്ലെങ്കിൽ EVയിലേക്ക് നമ്മൾ മാറുകയാണ്, EV വെഹിക്കിൾ വാങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഗീസേഴ്സ് വെക്കാൻ പോകുന്നുണ്ട്, കുക്കിംഗ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് മാറാൻ പോകുകയാണ്, അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലാത്ത പക്ഷം നമുക്ക് മാറ്റങ്ങളൊന്നുമില്ല, നമ്മൾ ഏകദേശം ഈ പറയുന്ന 1000 രൂപ ബില്ലിൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് ആണെങ്കിൽ സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് പറയാൻ പറ്റും. പലതരത്തിലെ കാൽക്കുലേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഒരു 3000 രൂപ ബില്ല് വരുന്ന ഒരാളെ നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഇത് എല്ലാ വർഷവും KSEB നമ്മുടെ വൈദ്യുതി ബില്ല് ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം ഒരു 6 to 10% ഇടയിൽ പലപ്പോഴായിട്ട് 10 പൈസ 25 പൈസ 1 രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കറണ്ട് ബില്ല് കൂടും. അപ്പോൾ ഒരു ആവറേജ് ഒരു 8% നമ്മളുടെ ഉയർത്തുന്നുണ്ടെന്ന് കൂട്ടിയാൽ പോലും ഈ വർഷം 3000 രൂപ അടച്ചവൻ അടുത്ത വർഷമാകുമ്പോൾ 3250 3400 രൂപയൊക്കെ വരെ നമ്മൾ അടയ്ക്കേണ്ടി വരും. ഏറ്റവും ചുരുങ്ങിയത് 8% കണക്ക് കൂട്ടിയാൽ പോലും നമ്മൾ 10 വർഷം കൊണ്ട് 3000 രൂപ അടച്ചവൻ 6200 6300 രൂപയിലേക്ക് കറണ്ട് ബില്ല് കൂടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയും. അപ്പോൾ പണ്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റി പറയുമ്പോഴേ മ്യൂച്വൽ ഫണ്ടിലും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും എപ്പോഴും നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതേപോലെ കറണ്ട് ബില്ലുള്ളവനാണെങ്കിൽ സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. കാരണം അടുത്ത വർഷങ്ങളിൽ വരാൻ പോകുന്ന ഹൈക്കിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ 10 വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും. കറണ്ട് ബില്ലിൽ വരാൻ പോകുന്ന ഹൈക്കിൻ്റെ പൈസ ആയിട്ട് മാത്രം ഏകദേശം 2 ലക്ഷം രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും.